റമദാനിൻ്റെ അവസാനത്തെ 10 ദിനങ്ങളാണ്. വലിയ പ്രാധാന്യമുള്ള 10 ദിനങ്ങളാണ് ഇതും. ഇതിൽ വലിയ പ്രാധാന്യമുള്ളതാണ് വിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ 10 ദിനങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ രാത്രി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാത്രി. അന്ന് ആ 10 ഇടയിൽ ഏതോ ഒന്നുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഒരിക്കലും ആ ചഞ്ചുണ്ടുകൾ അധരങ്ങൾ അസ്വസ്ഥത്തിലേക്ക് ചലിപ്പിച്ചിട്ടില്ലാത്ത പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമുക്കിപ്പോഴും അതിൽ വലിയ സംശയമാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ് എന്നറിയാത്തത് കൊണ്ട് വേണ്ട രീതിയിൽ അത് പ്രവാചകൻ ഇങ്ങനെ പഠിപ്പിച്ചെന്നിട്ട് പോലും വേണ്ട നിലക്കത് ഗൗനിക്കാത്ത രീതിയിൽ അത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ ഇന്നത് കൈകാര്യം ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾ വളരെയേറെ പ്രാധാന്യമുള്ള ഒന്ന് ഈ 10 ദിനരാത്രങ്ങളിൽ ഇഴ്തികാഫ് എന്ന് പറയുന്നതാണ്. ഇഴ്തികാഫിന് വലിയ പുണ്യമുള്ളതാണ്. നിങ്ങൾ എത്ര പേര് ഇപ്പോൾ പള്ളിയിൽ വന്നിരുന്നിട്ട് നവൈത്തുൽ ഇഴ്തികാഫ ഫീ ഹാദിൽ മസ്ജിദിലില്ല, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പള്ളിയിൽ ഇഴ്തികാഫ് ഇരിക്കുന്നു, ഭജനം ഇരിക്കുന്നു എന്ന് എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞോളൂ, ഖുതുബ കഴിഞ്ഞ് പോകുന്നത് വരെ നിങ്ങൾ ഇഴ്തികാഫിലാണ്. ഇങ്ങനെ ഒരു വലിയ അമലുള്ളത് പല ആളുകളും അത് ശ്രദ്ധിക്കാതെ പോവാണ്. 5 നേരം പള്ളിയിൽ വരുന്നവനും പള്ളിയിൽ കയറുമ്പോൾ ഈ നിയ്യത്ത് ചെയ്തുകൊണ്ട് കയറാൻ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് റമദാനിലും അല്ലെങ്കിലും ഒക്കെ തദൈവ എല്ലാം ഇങ്ങനെയാണ്. നമ്മളതൊന്നും വേണ്ട നിലയ്ക്ക് ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഴ്തികാഫ് ഇരിക്കാൻ വലിയ പ്രാധാന്യത്തോടെ ഇഴ്തികാഫ് ഇരുന്ന ദിവസങ്ങളാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ. റമളാനിന്റെ അവസാനത്തെ 10 ദിനങ്ങളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഴ്തികാഫ് ഇരിക്കുമായിരുന്നു. ആ 10 ദിവസം പ്രധാന പ്രാധാന്യത്തോടുകൂടി ഇരിക്കുമായിരുന്നു എന്നാണ്. തന്നെയുമല്ല, മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാൻ, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരി. പുണ്യ നബി എന്തിനാ ഇത്ര പ്രയാസപ്പെടുന്നത്? അവസാനത്തെ 10 പിന്നെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഠിനാധ്വാനിയാണ്. കാന യജ്തഹിദു, മഹാനായ പ്രവാചകൻ വല്ലാതെ പരിശ്രമിക്കും, ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് ആരാധന ചെയ്യും. ഫിൽ അശ്റിൽ അവാഖിർ, ഏതൊരു ദിവസമല്ല, ഇപ്പൊ നമ്മളുള്ള ഈ അവസാനത്തെ 10 ദിനങ്ങളിൽ നമുക്കത് വലിയ ശ്രദ്ധ തോന്നുന്നുണ്ടോ? പിന്നെയോ മറ്റു മാസങ്ങളുണ്ട്. അന്നൊക്കെ പുണ്യനബി കുറെ കാലം വീർക്കോളം മണിയിട്ട് നിസ്കരിച്ചും ഒക്കെ ശരിയാണ്. പക്ഷെ അതിലേറെ ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ അവസാനത്തെ ഈ 10 ദിനരാത്രങ്ങൾ പുണ്യനബി വല്ലാതെ ശ്രദ്ധിക്കുമായിരുന്നുവെന്ന് തന്നെ ആയിഷ തന്നെ പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹ, ഇദാ ദഖലൽ അശ്റു, അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചാൽ ലോക മുസ്ലിങ്ങളിൽ ആ 10 ഉള്ളത് അള്ളാന്റെ റസൂലിന്റെ അരയുടപ്പൊന്ന് മുറുക്കിയെടുക്കും. രാത്രി മുഴുവനും പ്രവാചകൻ ഹയാത്താക്കും. പ്രവാചകന്റെ കുടുംബത്തോടും എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് പറയും. മഹദി ആയിഷ ബീവി തന്നെ പറയാം, ഇതൊക്കെ ഈ 10 ദിനരാത്രങ്ങളുടെ മഹത്വം, ഈ രാത്രിയുടെ മഹത്വം മനസ്സിലായിക്കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ മഹാനായ പ്രവാചകന്മാരായ ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും പറഞ്ഞില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅഹദിനാ ഇലാ ഇബ്രാഹീമ വഇസ്മായിൽ അൻ തഹിറ ബൈതി ലിത്വായിഫീന വലാകിഫീന വറുക്കൈസ് സുജൂദ്. ബഖറ സൂറയുടെ 125-ാമത്തെ വചനം. വാഹിദനായ ഇബ്രാഹിം വ ഇസ്മായിൽ നബിയോടും ഇബ്രാഹിം നബിയോടും അള്ളാഹുവിന്റെ കരാറാണ്, എന്റെ വീട് നിങ്ങൾ എന്ത് ചെയ്യണം? 2 പേരും വൃത്തിയാക്കണം. ആർക്കെന്നറിയോ? ലിത്വായിഫീന, അവിടെ വലയം കഅബാലയം തവാഫ് ചെയ്യാൻ വരുന്ന ആളുകൾ, വലാകിഫീൻ, അവിടെ വന്ന് ഇത്തികാഫിന്റെ നിയ്യത്തോടുകൂടി വന്നിരിക്കുന്ന ആളുകൾക്കും, ചെയ്യുന്നവർക്ക് ഇരിക്കുന്ന ആളുകൾ അവിടെ വരും. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് ശുദ്ധി വൃത്തിയാക്കി വെക്കണമെന്ന് കഅബാലയം പണിയാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇഅ്തികാഫിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്.
റുകൂഅ് സുജൂദ് പോലെ തന്നെയാണ് ഇഅ്തികാഫിനെയും പരിഗണിച്ചത്. തന്നെയുമല്ല, ഇഅ്തികാഫിരിക്കുന്ന ആളുകൾക്ക് ഖുർആനിലെ പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട്. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്. നിങ്ങൾ പള്ളിയിലിരിക്കുമ്പോൾ സ്ത്രീകളുമായി സമ്പർക്കമുണ്ടാവരുത് എന്ന് മഹാനായ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതൊക്കെ ഇഅ്തികാഫിന്റെ കാലത്തെക്കുറിച്ച് പറഞ്ഞതാണ്. മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചു തന്നതുമാണ്. ഇതിന്റെ മഹത്വങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. പൊന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നമ്മൾ ഇഷ്ടം പോലെ കണ്ടതുമാണ്. അതുകൊണ്ട് ഇതിന് പ്രാധാന്യം കൊടുക്കണം. രാത്രി ഹയാത്താക്കാനും അതുപോലെ ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ പള്ളിയിൽ ഇരിക്കാനും. അത് ഈ മാസം പ്രത്യേകിച്ച് അവസാനത്തെ 10 ദിവസങ്ങളാണ്. ഇതിങ്ങനെ കാർമേഘം പോലെ നീങ്ങിപ്പോവുകയാണ്. ഇവിടെ കണ്ടത് പെട്ടെന്ന് അങ്ങോട്ട് എത്തുകയാണ്. കാർമേഘത്തെക്കാൾ സ്പീഡിലാണ് ഈ മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ഖദറിന്റെ രാത്രിയിലാണ് നമ്മൾ ഖുർആൻ ഇറക്കിയത് എന്നുള്ള സൂറ തന്നെ വലിയ മഹത്വമാണ്. അതും ഈ 10-ലാണുള്ളത്. ഈ 10 ദിവസത്തിൽ ഏതോ ഒരു ദിവസം ഈ ഖുർആൻ ഇറക്കിയ ദിവസമാണ്. വലിയ പ്രാധാന്യമുള്ള ദിവസമാണ്. അതിന്റെ മഹത്വങ്ങൾ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹാദിഹിൽ ലൈലത്തുൽ മുബാറക മജ്മുഅത്തുൻ മിനൽ ഖസായിസ് വൽ ഫളായിൽ. ഈ ഒരൊറ്റ 10 ദിനരാത്രങ്ങൾക്കുള്ള മഹത്വങ്ങൾ എത്രയെന്ന് അറിയുങ്ങൾ? എണ്ണിയാലൊടുങ്ങാത്ത മഹത്വങ്ങളാണ്. ഒന്ന്, ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഒന്നാമത്തെ ആകാശത്തു നിന്ന് ഖുർആൻ ഇറക്കം ചെയ്തത് ഈ റമളാനിലാണ്. ഇതേപോലെ ഈ മാസത്തിന്റെ ഈ 10 ദിനരാത്രങ്ങൾക്കുള്ള മഹത്വമായി വൽ മലായികത്തു തതനസ്സലു ഫീഹാ, മലക്കുകൾ ഇറങ്ങുന്ന രാത്രികളാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ വന്നു പോയ ഈ 10 രാത്രികൾ. വസിഫതി ബിസ്സലാം സലാമുൻ ഹി, അത് രക്ഷയാണ്. പൈശാചികമായ മറ്റുള്ള ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള ആ രാത്രിയാണ്, രക്ഷ നേടുന്ന രാത്രിയുമാണ്. അവസാനം നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഒരു രാത്രിയുടെ മഹത്വം പറയാൻ വേണ്ടി ഒരു സൂറ മുഴുവനും വിനിയോഗിച്ചിരിക്കുകയാണ്. ഒരു സൂറ മുഴുവനും. ആ സൂറക്കുള്ള പേര് പോലും വെച്ചത് ലൈലത്തുൽ ഖദ്ർ എന്നാണ്. ലൈലത്തുൽ ഖദ്ർ സൂറത്ത് എന്നാണ്, ഖദ്ർ എന്നാണ് ഈ ഖദ്ർ സൂറത്ത്. ഈ ലൈലത്തുൽ ഖദ്റിന്റെ ഈ കാണുന്ന ഈ സൂറ മുഴുവനും പറയുന്നത് ഒരൊറ്റ രാത്രിയെ കുറിച്ചാണ്. അത് പോരെ ഈ രാത്രിയുടെ മഹത്വത്തിൽ? അതിലേറെ എന്തുമാണ്? മഹാനായ യൂസുഫ് നബിയുടെ ചെറുത്തൻ ഖുർആൻ വിശദമായി പറയുന്നുണ്ട്. എന്നതുപോലെ ഒരു കാര്യം പറയാൻ വളരെ വ്യക്തമായി ഈ ഒരു സൂറ മുഴുവനും അല്ലാഹു വിനിയോഗിച്ചിരിക്കുകയാണ്. അതിന്റെ മഹത്വമാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാനായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നനബി റഹ്മത്തുള്ളാഹി അമാറ ഉമ്മത്തി ഹോജദഹ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മത്തിയുടെ ആയുസ്സിനെ കാണിച്ചു കൊടുത്തു. അപ്പൊ 60, 70 അത്രേ നമുക്കുള്ളൂ. 60ന്റെയും 70ന്റെയും ഇടയിൽ അധികം കാലം നമ്മൾ ഇവിടുന്ന് പോകേണ്ടി വരും. അപ്പൊ ഫവജദഹ ഖസീറാ, പുണ്യ നബിക്ക് അത് കുറച്ചായി തോന്നി. മൂസാ നബിന്റെ കാലത്തുള്ളവർ, നൂഹ് നബിന്റെ കാലത്തുള്ളവർ എത്ര കാലാ ജീവിച്ചത്, നമുക്ക് എത്രയുള്ളോ എന്നതായി ചെറുതായി തോന്നി. മുൻഗാമികളായ മഹാന്മാരുടെ പ്രവാചകന്മാരുടെ ഉമ്മത്തീങ്ങളെ തുലനം ചെയ്തു നോക്കുമ്പോൾ വളരെ വളരെ ചെറുതായത്, കുറഞ്ഞ സമയം. അള്ളാന്റെ റസൂൽ ഒരു പ്രയാസം, അവർക്ക് എത്ര കാലം ആരാധിച്ചു, എന്റെ ഉമ്മത്തീങ്ങൾക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ, ആയിക്കോട്ടെ. അള്ളാന്റെ റസൂലിന് 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാത്രി കൊടുത്ത് 1000 വർഷം എന്ന് പറഞ്ഞാൽ 83ഓളം വയസ്സ് ഒരൊറ്റ രാത്രി കൊണ്ട് നേടാൻ ഈ ഉമ്മത്ത് മുഹമ്മദിന് മാത്രമേ സാധ്യമാവൂ. അതിന് പരിശ്രമിക്കണം. ആ രാത്രികൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അധികം ഒരു മാസം നീണ്ടു നിൽക്കാനില്ല, കുറഞ്ഞ രാത്രിയേ ഉള്ളൂ. 70 വർഷം ഒരാൾക്ക് ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാവുകൾ സാന്നിധ്യം കൊള്ളാൻ കഴിഞ്ഞാൽ സകല പ്രവാചകന്മാരുടെ ആയുഷ് കാലഘട്ടങ്ങളെയും ഓവർടേക്ക് ചെയ്യാൻ നമുക്ക് സാധ്യമാണ്. കേവലം 70 വയസ്സ് വരെ ജീവിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞൊരു കാര്യമല്ല. അത്രമാത്രം വലിയ മുൻഗാമികൾക്ക് കിട്ടുന്നതിനേക്കാളേറെ കാലം ജീവിച്ചതിന്റെ ഫലം ഈ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ഈ ദിവസങ്ങളെ കാണണം. അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചെന്നാണ് ഈ പള്ളിയിൽ വന്നാൽ ഇഅ്തികാഫിനെ നിയ്യത്ത് ചെയ്യുക എന്നുള്ളത്. അതിനായിട്ട് ഒന്നിരിക്കുക എന്നുള്ളത്. ഒരു ദിവസമൊക്കെ 1-2 മണിക്കൂർ ജീവിതത്തിൽ നമ്മൾ പള്ളിയിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കണം. ഒന്നുമില്ല, വന്നിരുന്നാ മതി.
വന്നിരുന്നാൽ മതി, നിയത്ത് വേണമെന്ന് മാത്രം. ഒന്ന് ഇരിക്കാനുള്ള മനസ്സ് പോലും നമുക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. ഇത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ ഹുവ ലബസു ഫിൽ മസ്ജിദി ബിനിയ്യ വലൈസ ലഹു ഹദ്ദുൻ മഹ്ദൂദ് വലാ ഹദ്ദ ലിയഖല്ലി വലാ ഹദ്ദ ലിയക്തരി. അത്രയൊന്നില്ല, എത്രയും ആവാം, കുറഞ്ഞതും എത്രയാവാം, കുറഞ്ഞതും എത്രയും ആവാം. വഹുവ മശ്റൂഉൻ ഫീ കുല്ലി വഖ്തിൻ വഫീ റമളാന ആകദ്. എപ്പോഴും അത് നന്നു പുറത്തുകൂടെ അങ്ങനെ നടക്കുമ്പോൾ അകത്തൊന്ന് ഇത്തിക്കാഫിന്റെ നിയ്യത്തും പറഞ്ഞ് ഇരുന്നാല് വലിയ പുണ്യാണെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇതിന്റെ മഹത്വങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും പള്ളിയിൽ കടന്നാലും നിയ്യത്ത് ചെയ്യാനുള്ള ആ മനസ്സ് വരുന്നത് ശീലമല്ലാതെ പോയി. ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ ഓർമ്മ വരുന്നത്, കയറുമ്പോൾ ഓർമ്മ വരുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവർ സൂചിപ്പിക്കുന്നത് ഇഅ്തികാഫ് വലിയതാണ്. രാത്രി വന്ന് കിടന്നുറങ്ങിക്കോളൂ, എന്നാലും അത് ഇഅ്തികാഫ് തന്നെയാണ്. അത് നിയ്യത്തോടു കൂടി ഉറങ്ങണമെന്ന് മാത്രം. ഇത്ര വലിയ ലളിതമായ രീതിയിൽ നമുക്കൊരു ആരാധന ചെയ്യാൻ പടച്ച തമ്പുരാന്റെ പുണ്യനബി പഠിപ്പിച്ചു തന്നിട്ട് അത് മൈൻഡ് ചെയ്യാതിരിക്കുന്നത് വിശ്വാസിയും ബുദ്ധിയുള്ളവൻ അനുയോജ്യമല്ല. അല്ലാഹു നമുക്ക് ബുദ്ധി തന്നില്ലേ, കേൾവി ശ്രവണ ശേഷി തന്നില്ലയോ, കാഴ്ച തന്നില്ലയോ? ഖൈറ് വിട്ട് ഷർറിലേക്ക് വരണം. ഇതൊക്കെ എത്രയാ പറയേണ്ടത്? ആരോടാ പറയേണ്ടത്? ബുദ്ധിയില്ലേ നമുക്കൊക്കെ? ബുദ്ധിയുള്ളവരല്ലേ? കേൾവിയില്ലേ നമുക്കൊക്കെ? കാഴ്ചയില്ലേ നമുക്കൊക്കെ? അതുകൊണ്ട് ഇത്രമാത്രം പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി കൈകാര്യം